ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി സോയ റൈസും പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ ക്യാപ്സിക്കം കറിയാണ് കേട്ടോ. ഒട്ടും സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് റെസിപ്പി വന്നിട്ട് സോയ റൈസിൻ്റെ ആണ്. അതിനാദ്യം നമുക്കൊന്ന് ചോറ് വേവിച്ചെടുക്കണം. സോ ബസ്മതി റൈസ് എങ്ങനെയാണ് കുക്കറിൽ വേവിക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര എളുപ്പമാണ്. കുക്കറിൽ വേവിച്ചാൽ ഉടഞ്ഞു പോവോ വെന്ത് പോവോ അങ്ങനെയൊന്നുമില്ല. പ്രോപ്പറായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ആദ്യം തന്നെ ഒരു ഗ്ലാസ് ബസ്മതി റൈസിന് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമായിരിക്കും ഒഴിക്കുന്നത്. പക്ഷേ ബസ്മതി റൈസ് കുക്കറിൽ വേവിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിക്കൂ. എന്നിട്ട് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ അടുപ്പിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ആ ഒരൊറ്റ വിസിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ഓവർ കുക്ക് ആവുകയില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റൈസ് റെസിപ്പീസ് ഉണ്ടാക്കാൻ, അതായത് വെറൈറ്റി റൈസ് റെസിപ്പീസ് ഉണ്ടാക്കാനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് വെക്കാം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ കുക്കറിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം വെന്ത് പോകും, അടിയിൽ കിടക്കുന്ന റൈസൊക്കെ വെന്ത് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്ലേറ്റിലോട്ട് ഇങ്ങനെ മാറ്റിയിട്ട് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് തണുക്കാനായിട്ട് ഫാനിൻ്റെ അടിയിൽ വെക്കുക കേട്ടോ. അതാകുമ്പോൾ ഒട്ടും ഒട്ടിപ്പിടിക്കില്ല. നമ്മൾ ഏത് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് അതിന് പെർഫെക്റ്റ് ആയിട്ട് റൈസ് കിട്ടിക്കോളും. ഇനി അടുത്തത് വേണ്ടത് സോയ ചങ്ക്സ് ഒന്ന് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കണം. വേവിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് നല്ല തിളച്ച വെള്ളത്തിൽ ഒരു 5 മിനിറ്റോളം അല്ലെങ്കിൽ 10 മിനിറ്റോളം ഇട്ട് വെക്കുക. എത്രത്തോളം സോഫ്റ്റ് ആവുമെന്ന് നോക്കിയിട്ട് എടുത്ത് മാറ്റാം. കാരണം ചില സോയ ചങ്ക്സ് വന്നിട്ട് പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആവും. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് അത് മാറ്റി പിഴിഞ്ഞങ്ങ് വെള്ളമൊക്കെ കളഞ്ഞിട്ട് മാറ്റി വെക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം പച്ചവെള്ളത്തിലാക്കിയിട്ട് പിഴിഞ്ഞ് മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് വേണ്ട ഒരു മസാല റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതിനായിട്ട് ചെറിയ ജാറിലേക്ക് ഏകദേശം 1 ടീസ്പൂണോളം പെരിഞ്ജീരകം, 1.25 ടീസ്പൂൺ അല്ലെങ്കിൽ എരിവിനനുസരിച്ച് കുരുമുളക്, അധികം വേണ്ട, 1.25 ടീസ്പൂൺ മതിയാവും, കറക്റ്റ് ആയിരിക്കുമേ. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും ഒന്ന് ചതച്ച് മാറ്റി വെക്കണം. അപ്പം നമുക്ക് റൈസ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് വലിയൊരു കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് അധികം ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എണ്ണ കുറച്ചധികം ചേർത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കറിവേപ്പില, പിന്നെ നീളത്തിലരിഞ്ഞേക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ സൈസ് ഉള്ളിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ ഇതൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ, ഒന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ, സൺഫ്ലവർ ഓയിൽ അല്ല. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടുന്നത്. സൺഫ്ലവർ ആകുമ്പം മണമൊന്നും അങ്ങനെ എടുത്തറിയില്ല. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട്. കുറച്ച് ഇങ്ങനെ വാടി മതി, കളറൊന്നും മാറേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ ഒന്ന് അരച്ച് വെച്ചേക്കുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു സ്മെല്ല് മാറുന്നതും വരെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഈ കുരുമുളകിൻ്റെയും ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു കുത്തലുണ്ടാവുമല്ലോ, അത് പോയി തോന്നുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിപ്പം അത്യാവശ്യം സ്മെല്ലൊക്കെ വന്നു തുടങ്ങി, അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൃത്യമായിട്ട് ഞാൻ ചേർത്തേക്കുന്ന അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് 1 ഗ്ലാസ് അരിയാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി. എന്നിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്നതും വരെ വീണ്ടും ഒന്ന് ചൂടാക്കി എടുക്കണം. ആ പൊടികളുടെ പച്ചമണം മാറിയെന്ന് തോന്നുന്ന സമയത്ത് അതിൻ്റെ സ്മെല്ലൊക്കെ പുറത്തേക്ക് വന്നു കഴിയുമ്പം നമുക്കിതിലേക്ക് സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. സോയ ചങ്ക്സിലൊക്കെ മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അത് കഴിഞ്ഞ് ഇതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മാത്രം വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കാം. നമ്മുടെ ഈ സോയ ചങ്ക്സിന് വേണ്ടിയിട്ട് മാത്രം ഉപ്പ് ചേർക്കുകയാണ് കേട്ടോ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതല്ലാതെ വെറുതെ സോയ കഴിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ടേസ്റ്റ് ഇല്ലാത്ത തോന്നും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഈ സമയത്ത്. എന്നിട്ട് നമ്മൾ വെള്ളവും ചേർത്തിട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുക്കുക. ഈ സോയയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അതേപോലെ തന്നെ മസാല എല്ലാം നന്നായിട്ടൊന്ന് കോട്ടാക്കി ഇട്ടിക്കോട്ടെ. അതുവരെ ഒന്ന് ചൂടാക്കി എടുക്കുക. പിന്നെ വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ആ വെള്ളം സോയ ഇങ്ങനെ അബ്സർവ് ചെയ്തെടുത്തോളും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഈ ഒരു സോയയൊക്കെ വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഈ റൈസിന് ആവശ്യമുള്ളത്ര ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുമില്ല, സിമ്പിളാണ് പരിപാടി. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണല്ലോ ചൂടാക്കി എടുക്കുന്നത്, അതുപോലെ ചൂടാക്കി എടുത്താൽ മതി. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടച്ചു വെച്ച് വേവിക്കണം എന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഏറ്റവും ലാസ്റ്റിലായിട്ട് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ
ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോയ റൈസ് റെഡിയാണ്. ശരിക്കും സോയ പുലാവ് ഉണ്ട്, സോയ ബിരിയാണി ഉണ്ട്, അതിനെക്കാട്ടിലൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോയ റൈസാണ്. കാരണം ഈ സോയ ചങ്ക്സിന് ഒരു ഫാൻ ബേസ് തന്നെയുണ്ട്. ഇത് പലർക്കും ഇഷ്ടമല്ല, എന്നാൽ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ളവരുണ്ട്. അപ്പം അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ പൊട്ടാറ്റോ ക്യാപ്സിക്കം കറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ചാനലിൽ തന്നെ ഇത് കുറേ തവണ കാണിച്ചിട്ടുണ്ടാവും. ഇത് നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മിസ്സാക്കാൻ പറ്റില്ല. വലിയൊരു കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല ജീരകം ചേർത്ത് ആ നല്ല ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് പച്ചമുളക്, ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 2 ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഉള്ളി അത്യാവശ്യം ഒന്ന് വാടി വരുന്നവരെ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വഴറ്റുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളും. ഞാൻ എപ്പോഴും പറയും, സോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പിന്നെയും പറയുന്നത്. അപ്പോൾ ഉള്ളി അത്യാവശ്യം ഒന്ന് വാടി വരുന്ന സമയത്ത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നവരെ വരെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇനി അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പൊട്ടാറ്റോ ആണ് കേട്ടോ. നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന പൊട്ടാറ്റോ, ക്യാപ്സിക്കം, പിന്നെ തക്കാളി, ഇത് 3 കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇത് 3ൻ്റെയും ക്വാണ്ടിറ്റി അളവ് സെയിം എടുത്താൽ മതിയേ. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് 3 പൊട്ടാറ്റോ ആണെങ്കിൽ 3 ക്യാപ്സിക്കം, അതേപോലെ 3 തക്കാളി, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാലേ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ആയി കിട്ടും. അപ്പോൾ ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കറിയിൽ പൊട്ടാറ്റോ വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാം എളുപ്പമാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് വേവാനാണ് കുറച്ച് സമയം എടുക്കുന്നത്. ഞാൻ കുറേ ആയി പൊട്ടാറ്റോ പറയുന്നുണ്ടല്ലേ. ഉരുളക്കിഴങ്ങ് വേവാനാണ് കുറച്ച് സമയം എടുക്കുന്നത്. അപ്പോഴേക്കും ഒരാൾ എഴുന്നേറ്റിരിക്കുന്നു. എന്നോട് കുറച്ച് പേരെങ്കിലും ചോദിക്കാറുണ്ട്, ചേച്ചി കുഞ്ഞിനെ വെച്ചിട്ട് എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നതൊക്കെ. ഇങ്ങനെയൊക്കെ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അവിടെ വീഡിയോ എടുക്കുന്ന സമയമാകുമ്പോഴേക്കും ഇവിടെ ഒരാൾ എഴുന്നേക്കും. എന്നിട്ട് അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യും, വീണ്ടും അങ്ങോട്ടേക്ക് ഓടും. ഓടുന്നതിൻ്റെ വീഡിയോ അടക്കം ഞാൻ എടുത്തിട്ടുണ്ട്. ബിക്കോസ് അവിടെ കരിഞ്ഞു പോയോ എന്ന് പെട്ടെന്ന് എനിക്ക് പേടിയായിപ്പോയി. അപ്പോഴേക്കും ഞാൻ ഓടിപ്പോയി നോക്കുമ്പോൾ കരിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് വെന്ത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മോളെ ഞാൻ കൊണ്ടുവന്നിട്ട് കിച്ചണിൽ കിടത്തിയേക്കാണ് കേട്ടോ. കിച്ചണിൽ ഫ്ലോറിൽ കിടത്തിയേക്കാണ്. അവൾ അവിടെ നിന്ന് കുറച്ച് നേരം കളിച്ചോളും. മൂഡ് മാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. അതിനു മുമ്പ് നമുക്ക് കുക്കിംഗ് തീർക്കണം. ഇപ്പോൾ ബൈ ദ ബൈ ഞാൻ വിഷയത്തിന് തെന്നി മാറി. വീണ്ടും നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. ഇപ്പം ഞാൻ നോക്കിയപ്പം പൊട്ടാറ്റോ അത്യാവശ്യം ഫ്രൈ ആയി വന്നിട്ടുണ്ട്, അതായത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ 2 ടീസ്പൂണോളം കാശ്മീർ റെഡ് ചില്ലി പൗഡറും, പിന്നെ ഗരം മസാലപ്പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഈ എല്ലാ പൊടികളും നിർബന്ധമായിട്ടും ചേർക്കണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം വീണ്ടും ഈ പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. ഈ ഉരുളക്കിഴങ്ങ് വെന്തോന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം മസാലകൾ ചേർക്കുക കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് നമ്മൾ ക്യാപ്സിക്കം, തക്കാളിയൊക്കെ ചേർത്തതിന് ശേഷം ഒരുപാടിട്ടങ്ങ് വേവിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ക്യൂബ്സായിട്ട് അരിഞ്ഞേക്കുന്ന ക്യാപ്സിക്കം, തക്കാളി, ഇത് രണ്ടും ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് കുറച്ച് സമയം മാത്രം വേവിച്ചെടുക്കുക. ക്യാപ്സിക്കം, തക്കാളി അങ്ങ് വെന്ത് പോകണം നിർബന്ധമില്ല. അതിൻ്റെ ആ ഒരു റോ അല്ലെങ്കിൽ ക്യാപ്സിക്കം ഒരു പകുതി വെന്തതിൻ്റെ ഒരു ക്രഞ്ചിനെസ് ഉണ്ടാവുമല്ലോ, അത് കിട്ടണം, എന്നാലും ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ചില സമയം വാടിപ്പോവുകയൊക്കെ ചെയ്യുക, അതൊന്നും കുഴപ്പമൊന്നുമില്ല, എന്നാലും ടേസ്റ്റൊക്കെ തന്നെയാണ്. ടേസ്റ്റിന് ഒരു കുറവും ഉണ്ടാവില്ല നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയാലും. പക്ഷെ ഒരുപാട് ഓവർ കുക്കാകാതെ നോക്കിയാൽ മാത്രം മതി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ക്യാപ്സിക്കം ഓൾമോസ്റ്റ് ഒരു 50% വെന്തിട്ടുണ്ട്. ഈ സമയത്ത് ആംചൂർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് 1 ടീസ്പൂണോളം. അതായത് ഡ്രൈ മാംഗോ പൗഡറില്ലേ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്യാം, ടേസ്റ്റൊക്കെ ഉണ്ടാവും. പക്ഷെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പുളിയൊക്കെ ഉണ്ടാവും, അത്യാവശ്യം ടേസ്റ്റ് കുറച്ചുകൂടി കൂട്ടും. ഓക്കെ, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ട്രൈ ചെയ്ത് നോക്കിയോ, ഡെഫിനറ്റ്ലി അടിപൊളിയായിരിക്കും. പിന്നെ ലാസ്റ്റിൽ കുറച്ച് സോയാ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് മല്ലിയില വെച്ചിട്ട് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആൻഡ് യമ്മി ആയിട്ടുള്ള പൊട്ടാറ്റോ ക്യാപ്സിക്കം കറി റെഡിയാണ് കേട്ടോ. ഇത് ചപ്പാത്തിയുടെ കൂടെ, പൂരിയുടെ കൂടെ ഒക്കെ കിഡു കോംബോ ആണ്. നമ്മുടെ ഇവിടെ വൺസ് ഇൻ എ വീക്കെങ്കിലും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പം 2 റെസിപ്പീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.